ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 36ാമത്തെ ദശകമാണ് ചൊല്ലാൻ പോകുന്നത്. 35ാമത്തെ ദശകം വരെ നമ്മൾ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. 35ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും പിന്നെ 26 മുതൽ 35 വരെയുള്ള പാരായണം മാത്രം ഒന്നിച്ച് ചൊല്ലുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്ന 36ാമത്തെ ദശകം എന്ന് പറയുന്നത് പരശുരാമ ചരിതമാണ്. ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നാണ് പരശുരാമൻ. അങ്ങനെ പരശുരാമ അവതാരമാണ് ഈ ദശകത്തിൽ. ഈ ദശകത്തിൽ ആകെ 11 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതെല്ലാം തന്നെയും ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിതോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേ ഹയമഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദതിത സ്വേനൈവ ചാന്ദേവദം. ഒന്നുകൂടി ചൊല്ലാം. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിതോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേ ഹയമഹീപാലേന തസ്മൈ വരാനഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദതിത സ്വേനൈവ ചാന്ദേവദം. പണ്ട് അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അതായത് അത്രി മഹർഷിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഭഗവാനെ പുത്രനായി ലഭിക്കണമെന്നുള്ളത്. അങ്ങനെ അത്രി മഹർഷിയുടെ അപേക്ഷ പ്രകാരം അത്രി മഹർഷിക്കും അനസൂയയ്ക്കും പുത്രനായി ഭഗവാൻ വന്ന് അവതരിക്കുകയാണ്. ദത്താത്രേയ മഹർഷിയായിട്ടായിരുന്നു ഭഗവാന്റെ അവതാരം. ആ ദത്താത്രേയ മഹർഷി പരമജ്ഞാനിയായിരുന്നു. അങ്ങനെ ശിഷ്യന്മാരുടെ നിർബന്ധപ്രകാരം കൊണ്ട് മാത്രം നിവൃത്തി മാർഗം അവലംബിച്ച് തൻ്റെ ഭാര്യയോടുകൂടി ലോകമെങ്ങും ചുറ്റി സഞ്ചരിക്കുന്നവനായി തീർന്നു ദത്താത്രേയ മഹർഷി എന്നാണ് പറയുന്നത്. അതായത് ഈ മഹാജ്ഞാനികൾക്ക് ലൗകിക ജീവിതത്തോടൊന്നും ഒട്ടും താല്പര്യം കാണുന്നില്ല. പക്ഷേ ഈ ശിഷ്യന്മാരുടെ നിർബന്ധം കൊണ്ട് ഭാര്യയോടുകൂടി ഈ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ പരമജ്ഞാനിയായിട്ടുള്ള ദത്താത്രേയ മഹർഷി ഈ യാത്രയിൽ വെച്ച് ഹേ രാജ്യത്തിൻ്റെ രാജാവായ കാർത്യവീരാർജുനനെ കാണുകയാണ്. കാർത്യവീരാർജുനൻ ഈ മഹർഷിയുടെ പരമഭക്തനായി തീർന്നു. അദ്ദേഹത്തെ നന്നായി ശുശ്രൂഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു. സന്തുഷ്ടവാനായി തീർന്ന ദത്താത്രേയ മഹർഷി അഷ്ടൈശ്വര്യ സിദ്ധികളും കാർത്യവീരാർജുനന് കൊടുത്തു. അഭീഷ്ടവരങ്ങളൊക്കെയും ദാനം ചെയ്തു. ഒടുവിൽ താൻ തന്നെ നിമിത്തമായിട്ടുള്ള മരണവും സംഭവിക്കുമെന്ന് പറഞ്ഞു. അതാണ് 1ാമത്തെ ശ്ലോകത്തിലെ ചുരുങ്ങിയ വ്യാഖ്യാനം. ഒരിടത്ത് അത്രി എന്നു പേരുള്ള മഹർഷി ഉണ്ടായിരുന്നു. അത്രി മഹർഷിക്കും അനസൂയയ്ക്കും ഭഗവാൻ വന്ന് പുത്രനായി അവതരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പുത്രനായി ഭഗവാൻ വന്ന് അവതരിക്കുകയാണ്. അത്രി മഹർഷിയുടെ അപേക്ഷ പ്രകാരമാണ് ദത്താത്രേയ മഹർഷിയായി ഇവരുടെ മകനായി ജനിക്കുന്നത്. അങ്ങനെ ദത്താത്രേയ മഹർഷി പരമജ്ഞാനിയായിരുന്നു. ശിഷ്യന്മാരുടെ നിർബന്ധം കൊണ്ട് നിരുത്സാഹനായി തീർന്ന എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ലൗകികമായിട്ടുള്ള ജീവിതം അദ്ദേഹത്തിന് താല്പര്യമില്ല. പക്ഷെ ശിഷ്യന്മാരുടെ നിർബന്ധപ്രകാരം നിരുത്സാഹനായി കാന്തയോടുകൂടി ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു ദത്താത്രേയ മഹർഷി. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹേ രാജ്യത്തെ രാജാവായ കാർത്യവീരാർജുനനെ കാണുന്നു. അദ്ദേഹം ഈ ദത്താത്രേയ മഹർഷിയുടെ പരമഭക്തനായി തീരുകയും നന്നായി തന്നെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അഷ്ടൈശ്വര്യ സിദ്ധികളും അഭീഷ്ടവരങ്ങളും ഒക്കെ ദാനം ചെയ്ത ദത്താത്രേയ മഹർഷി ഒടുവിൽ താൻ തന്നെ നിമിത്തമായിട്ടുള്ള മരണവും അദ്ദേഹത്തിന് കൊടുത്തു, കാർത്യവീരാർജുനന് കൊടുത്തു എന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. സത്യം കർത്തുമദാർജുനസ്യ ച വരം
തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതതാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാസമ്മതം. ഒന്നുകൂടി ചൊല്ലാം. സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതതാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്രോരഥാസമ്മതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രണ്ടാമത്തെ ശ്ലോകത്തിൽ പരശുരാമ അവതാരം നടക്കുകയാണ്. ഇതിൽ പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട്, കാർത്തിവീരാർജുനന് കൊടുത്ത വരം സത്യമാവുവാൻ വേണ്ടി ബ്രാഹ്മണ വിദ്വേഷികളായിട്ടുള്ള, ഭൂമിക്ക് ഭാരമായിട്ടുള്ള ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഹനിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത്, പരശുരാമനായി അവതരിച്ചത് എന്ന് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നു. അതായത് ക്ഷത്രിയ വംശം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ബ്രാഹ്മണ വിരോധികളും ഒപ്പം ഭൂമിക്ക് ഭാരവുമാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അല്ലേ, എപ്പോഴും ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, അനീതിക്ക് ഒരു പടവാളായിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ എടുക്കുക. അല്ലേ, രാവണൻ ഈ ഭൂമിക്ക് ഭാരമായി തീർന്നപ്പോഴാണ് രാമാവതാരം ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ക്ഷത്രിയ വംശം മുഴുവനും ബ്രാഹ്മണ വിരോധികളാവുകയും അവരെ ഉപദ്രവിക്കുകയും ഈ ഭൂമിക്ക് ഭാരമാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഭഗവാൻ അവതരിക്കാതെ കഴിയില്ല എന്നായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർത്തിവീരാർജുനനും ഒരു ക്ഷത്രിയനാണ്. താൻ തന്നെ നിമിത്തമായിട്ടുള്ള മരണവും നിനക്ക് ലഭിക്കുമെന്നുള്ളതാണ് ദത്താത്രേയ മഹർഷി കൊടുത്ത വരം. ദത്താത്രേയ മഹർഷി എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരം തന്നെയാണ്, അല്ലേ? അപ്പോൾ അത് സത്യമാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവതാരം കൂടിയേ തീരൂ. അങ്ങനെയാണ് പരശുരാമൻ അവതരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പരശുരാമൻ ഇവിടെ വന്ന് അവതരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ജമദഗ്നി എന്ന ഋഷിയിൽ നിന്നും രേണുകയിൽ രാമൻ എന്ന പേരോടുകൂടി അവരുടെ സന്താനങ്ങളിൽ ഏറ്റവും ഇളയവനായി പരശുരാമൻ ഈ ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ അവരുടെ മാതാപിതാക്കൾക്ക് ആനന്ദത്തെ നൽകി. അതായത് ഈ ജമദഗ്നി മഹർഷിക്കും രേണുകയ്ക്കും ആനന്ദത്തെ നൽകി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. ദത്താത്രേയ മഹർഷി കാർത്തിവീരാർജുനന് കൊടുത്ത വരം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് പരശുരാമ അവതാരം നടക്കുന്നത്. ഭൂമിക്ക് മുഴുവനും ഭാരവും ബ്രാഹ്മണ വിദ്വേഷികളുമായിട്ടുള്ള ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കുവാനായിട്ട് ജമദഗ്നി മഹർഷിയിൽ നിന്നും രേണുകയിൽ രാമൻ എന്ന പേരോടുകൂടി അവരുടെ സന്താനങ്ങളിൽ ഏറ്റവും ഇളയവനായി രാമൻ അവതരിച്ചു. അങ്ങനെ അവരുടെ മാതാപിതാക്കൾക്ക് ആനന്ദത്തെ നൽകി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ലബ്ധാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേ ദാധ്വരാൻ. ഒന്നുകൂടി ചൊല്ലാം. ലബ്ധാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോദരൈ സമമിമാം ചിത്വാ ദശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേ ദാധ്വരാൻ. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പരശുരാമൻ്റെ ജീവിതത്തിൽ കൗമാരപ്രായമാവുമ്പോൾ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. 14 വയസ്സാവുമ്പോൾ തന്നെ പരശുരാമൻ വേദാംഗങ്ങളൊക്കെയും അഭ്യസിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം പരശുരാമൻ്റെ മാതാവ് രേണുക വെള്ളമെടുക്കുവാനായിട്ട് ഗംഗാനദിയിലേക്ക് പോയി.
ഗംഗാനദിയിൽ ആ സമയം ചിത്രരഥൻ എന്ന് പേരായിട്ടുള്ള ഒരു ഗന്ധർവ കുമാരിമാരോടൊപ്പം ചേർന്ന് ജലക്രീഡ നടത്തുകയായിരുന്നു. ആ സമയത്ത് അവിടെ എത്തിയ രേണുക അല്പം ആസക്തിയോടുകൂടി ആ ജലക്രീഡ നോക്കി നിന്നു. ഒപ്പം ചിത്രരഥനിലേക്ക് അല്പം മനസ്സ് ചായുകയും ചെയ്തു. പിന്നീട് വെള്ളമെടുത്ത് തിരിച്ച് ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. വരാൻ വൈകിയതിൻ്റെ കാരണം മനസ്സിലാക്കിയ ജമദഗ്നി മഹർഷി കോപം കൊണ്ട് ജ്വലിച്ചു. തൻ്റെ പുത്രന്മാരെ വിളിച്ച് അമ്മയെ വധിക്കാൻ പറഞ്ഞു. പക്ഷേ പരശുരാമൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ആരും തന്നെ അതിന് തയ്യാറായില്ല. അതിലും ദേഷ്യം വന്ന ജമദഗ്നി മഹർഷി പരശുരാമനോട് പറഞ്ഞു, ജ്യേഷ്ഠന്മാരെയും അമ്മയെയും കൊല്ലാൻ. തൻ്റെ പിതാവിൻ്റെ തപശക്തി നന്നായി തിരിച്ചറിയുന്ന പരശുരാമൻ പിതാവിൻ്റെ വാക്ക് കേട്ടു. സഹോദരന്മാരെയും അമ്മയെയും കൊന്നുകളഞ്ഞു. അല്പം കഴിഞ്ഞ് കോപമൊക്കെ അസ്തമിച്ചപ്പോൾ പരശുരാമനെ വിളിച്ച് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ തൻ്റെ സഹോദരന്മാരുടെയും അമ്മയുടെയും ജീവൻ തിരിച്ചു തരണമെന്ന് പരശുരാമൻ പ്രാർത്ഥിച്ചു. മൃതസഞ്ജീവിനി മന്ത്രം അറിയാവുന്ന ഒരാളാണ് ജമദഗ്നി മഹർഷി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മന്ത്രം ചൊല്ലി അവരെ ഒക്കെയും പുനരുജ്ജീവിപ്പിച്ചു. അതിൽ സന്തോഷവതിയായ രേണുക അഭീഷ്ടങ്ങളൊക്കെയും നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. 14 വയസ്സായപ്പോൾ തന്നെ പരശുരാമൻ വേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ നല്ലവണ്ണം പഠിച്ചിരുന്നു. ഒരു ദിവസം പരശുരാമൻ്റെ അമ്മ രേണുക വെള്ളമെടുക്കാൻ വേണ്ടി ഗംഗാനദിയിലേക്ക് പോയി. അവിടെ വെച്ച് ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവ് ഗന്ധർവ സുന്ദരിമാരോടൊപ്പം ജലക്രീഡ നടത്തുകയായിരുന്നു. അല്പം ആസക്തിയോടുകൂടി അത് നോക്കി നിന്ന രേണുകയുടെ മനസ്സ് ചിത്രരഥനിലേക്ക് അല്പം ചാഞ്ഞു. വെള്ളമെടുത്തു വരാൻ വൈകിയതിൻ്റെ കാരണം മനസ്സിലാക്കിയ ജമദഗ്നി മഹർഷി കോപം കൊണ്ട് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അമ്മയെ വധിക്കാൻ പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരന്മാർ ആരും അതിന് തയ്യാറാവാതെ ഇരുന്നപ്പോൾ പരശുരാമനോട് സഹോദരന്മാരെയും അമ്മയെയും കൊല്ലാൻ പറയുകയാണ്. അച്ഛൻ്റെ തപശക്തി മനസ്സിലാക്കിയ പരശുരാമൻ അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേട്ട് സഹോദരന്മാരെയും അമ്മയെയും കൊന്നുകളഞ്ഞു. അല്പം കഴിഞ്ഞ് കോപം ഒന്നടങ്ങിയപ്പോൾ പരശുരാമനെ വിളിച്ച് സന്തോഷത്തോടു കൂടി, തൻ്റെ ആജ്ഞ നിറവേറ്റിയ ഒരാളാണല്ലോ പരശുരാമൻ, സന്തോഷത്തോടു കൂടി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ സഹോദരന്മാരെയും അമ്മയെയും തിരിച്ചു കൊണ്ടുവരണമെന്നായിരുന്നു അഭ്യർത്ഥന. അങ്ങനെ അവരെ പുനരുജ്ജീവിപ്പിച്ചു. അതിൽ സന്തുഷ്ടവതിയായ രേണുക പരശുരാമന് അഭീഷ്ടങ്ങളൊക്കെയും നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. പിത്രാമാതൃമുദേസ്തവാ ഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരാ വാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാതികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ഒന്നുകൂടി ചൊല്ലാം. പിത്രാമാതൃമുദേസ്തവാ ഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാധ ഭൃഗോർഗിരാ ഹിമഗിരാ വാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാതികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. ജമദഗ്നി മഹർഷിയുടെ ഭാര്യ രേണുക പ്രസേനജിത്ത് രാജാവിൻ്റെ പുത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജകീയ സുഖങ്ങളിലൊക്കെയും രേണുകയ്ക്ക് താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ രേണുകയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ജമദഗ്നി മഹർഷി സ്വർഗത്തിൽ നിന്നും കാമധേനുവിനെ വരുത്തിച്ചു. അല്ലേ, ചോദിക്കുന്നതെല്ലാം തരുന്ന ഒരു പശുവാണ് കാമധേനു, നമ്മൾ കേട്ടിട്ടുണ്ടാവും കഥകളിലൊക്കെ. അപ്പോൾ അങ്ങനെ കാമധേനുവിനെ വരുത്തിച്ചു. അതാണ് ആദ്യം ഈ നാലാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. പിന്നീട് പരശുരാമൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. തൻ്റെ പിതാമഹനായ ഭൃഗു മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ച് രാമൻ തൻ്റെ ആശ്രമം വിട്ട് ഹിമാലയത്തിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു. അവിടെ വെച്ച് ശിവനെ ആരാധിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ശിവൻ രാമന് പരശു നൽകി. അങ്ങനെയാണ് പരശുരാമൻ എന്ന പേര് കിട്ടുന്നത്. അങ്ങനെ അവിടെ
ശിവൻ പറഞ്ഞ അസുര നിഗ്രഹം നടത്തിയത് കൊണ്ട് തന്നെ ശിവൻ സംപ്രീതനായി പലതരം ദിവ്യാസ്ത്രങ്ങളൊക്കെയും നൽകി പരശുരാമനെ അനുഗ്രഹിച്ചു. അവിടെ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അകൃതവ്രണൻ എന്ന മുനിയെ ഒരു സിംഹം ആക്രമിക്കുന്നത് കാണാൻ ഇടയായി. അങ്ങനെ ആ സിംഹത്തെ ആക്രമിച്ച് തോൽപ്പിച്ച് അകൃതവ്രണൻ എന്ന മുനിയെ പരശുരാമൻ രക്ഷിക്കുന്നു. അതിനുശേഷം അവർ ഉറ്റ സുഹൃത്തുക്കളായി തീർന്നു. അങ്ങനെ തിരിച്ച് പരശുരാമൻ തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയെത്തി എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ. ജമദഗ്നി മഹർഷി തൻ്റെ കഴിവുകൊണ്ട് രേണുകയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി സ്തോത്രങ്ങളൊക്കെയും ചൊല്ലി സ്വർഗത്തിൽ നിന്നും കാമധേനുവിനെ തൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചു. പരശുരാമൻ തൻ്റെ പിതാമഹനായ ഭൃഗു മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ച് ഹിമാലയത്തിലേക്ക് തപസ്സിനായി പുറപ്പെട്ടു. അവിടെ വെച്ച് ശിവനെ ആരാധിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്ത് ശിവൻ്റെ പരശ് ഏറ്റുവാങ്ങി പരശുരാമൻ എന്ന പേര് ലഭിക്കുന്നു. പിന്നീട് ശിവൻ പറഞ്ഞ അസുര നിഗ്രഹം നടത്തി ശിവനെ സംപ്രീതനാക്കിയ പരശുരാമന് മഹാദേവൻ പലതരം ദിവ്യാസ്ത്രങ്ങളൊക്കെയും ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആശ്രമത്തിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ അകൃതവ്രണൻ എന്ന മുനിയെ ഒരു സിംഹം ആക്രമിക്കുന്നത് കാണാൻ ഇടയാവുകയും ആ സിംഹത്തെ ആക്രമിച്ച് തോൽപ്പിച്ച് അകൃതവ്രണനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറി. പരശുരാമൻ തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയെത്തി. ഇത്രയുമാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ദശകത്തിലെ 11 ശ്ലോകങ്ങളെ 3 ഘട്ടങ്ങളായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 4 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അത്രേ പുത്രതയാ പുരാ ത്വമനസൂയായാം ഹി ദത്താഭിതോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേ ഹയമഹീപാലേന തസ്മൈ വരാ നഷ്ടൈശ്വര്യമുഖാൻ പ്രധായ ദദിത സ്വേനൈവ ചാന്ദേവദം സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതതാകിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തഥാത്മജേഷ്വരജ പിത്രോരദാ സമ്മതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സത്യം കർത്തുമദാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതതാകിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സഞ്ജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തഥാത്മജേഷ്വരജ പിത്രോരദാ സമ്മതം. ലബ്ധാംനായ ഗണശ്ചതുർദശവയാ ഗന്ധർവരാജേ മനാഗാസക്താം കില മാതരം പ്രതിപിതു ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദിഗസോധരൈ സമമിമാം ചിത്വാദശാന്താത് പിതുസ്തേഷാം ജീവനയോഗമാപിതവരം മാതാ ച തേ ധാധ്വരാൻ പിത്രാ മാതൃമുദേസ്തവാ ഹൃദവിയദ്ധേനോർനിജാതാശ്രമാത് പ്രസ്ഥായാദഭൃഗോർഗിരാ ഹിമഗിരാ വാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജച്ഛേതി മഹാസ്ത്രാതികം പ്രാപ്തോ മിത്രമദാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ കാണുക. നമ്മൾ 35-ാമത്തെ ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലവർ ചില വീഡിയോസ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി. ചാനലിൽ പോയിട്ട് എല്ലാം ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ 36-ാമത്തെ ദശകത്തിലെ ബാക്കി ശ്ലോകങ്ങൾ,
ബാക്കി ശ്ലോകങ്ങൾ എന്ന് വെച്ചാൽ 5 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക. വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഹരിയോ.